ഹലോ നമസ്കാരം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് 7 മണിക്കൂറോളം അർമേനിയയിൽ ജോലി ചെയ്തിട്ട് ഇവിടുത്തെ 10,000 അർമേനിയൻ ഡ്രംസ് കിട്ടിയ എങ്ങനെയാണ് കിട്ടിയെന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. പലരുടെ ഒരു സംശയമാണ് നമുക്ക് 10,000 ഡ്രംസ് ഒക്കെ കിട്ടുമെന്ന് ഒരു ദിവസം. പുറത്ത് കുറഞ്ഞത് 8,000 ഡ്രംസ് മുതൽ 10,000 ഡ്രംസ് വരെ നമുക്ക് കിട്ടുന്നുണ്ട്. കാരണം നമുക്ക് തണുപ്പെല്ലാം മാറിയിട്ടുണ്ട്, വിന്റർ എല്ലാം മാറി, ഇപ്പോൾ സമ്മർ ആയിട്ടുണ്ട്. അപ്പോൾ പുറത്തെ ജോലികളൊക്കെ ഒരുപാട് കിട്ടുന്നുണ്ട്. വളരെയധികം കൂടുതലാണ് നമുക്ക് പുറത്തെ ജോലികളൊക്കെ. നമുക്ക് ആകെ ഉള്ളൊരു അവധി ദിവസം എന്ന് പറയുന്നത് ശനിയാഴ്ച മാത്രമാണ്. അപ്പോൾ ഈ ശനിയാഴ്ച ദിവസം നമ്മൾ പലരുടെയും കോൺടാക്ട് ഉണ്ട്, നമുക്ക് പലരുമായിട്ട് ഇവിടെ കോൺടാക്ട് ഉണ്ട് അർമേനിയയിൽ. അപ്പോൾ അവരെ കോൾ ചെയ്യും, എന്തെങ്കിലും ജോലി ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ എന്തെങ്കിലും എവിടെയെങ്കിലും വേക്കൻസി ഉണ്ടെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ ആ ഒഴിവുള്ള ദിവസത്തിൽ മാക്സിമം നമ്മൾ പോകാൻ ശ്രമിക്കും പല ജോലികൾക്കായി. അങ്ങനെ ഈ കഴിഞ്ഞ ശനിയാഴ്ച പോയപ്പോൾ കിട്ടിയ ഒരു ജോലിയുടെ കാര്യമാണ് കറക്റ്റായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. എങ്ങനെയാണ് നമുക്ക് 10,000 കിട്ടിയത്, എന്ത് ജോലിയാണെന്നുള്ളതെല്ലാം ഞാൻ കറക്റ്റായിട്ട് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് രാവിലെ തന്നെ ബസ് സ്റ്റോപ്പിലെത്തി. കാരണം നമുക്ക് സ്ഥലത്തിൻ്റെ മാപ്പ് ലൊക്കേഷൻ നമുക്ക് അയച്ചു തന്നിട്ടില്ലായിരുന്നു. നമുക്ക് സ്ഥലത്തിൻ്റെ പേര് മാത്രമേ പറഞ്ഞു തന്നിട്ടുള്ളായിരുന്നു. അപ്പോൾ അതായത് നമ്പറുള്ള ബസ്സിൽ നമ്മൾ കയറുക. ആ സ്ഥലത്തേക്ക് പോകുന്നതിനായിട്ട് 43-ാം നമ്പർ ബസ്സിലായിരുന്നു നമുക്ക് പോകാനുള്ളത്. അപ്പോൾ ആ ബസ്സിൽ തന്നെ നമ്മൾ കയറി. സത്യം പറഞ്ഞാൽ നല്ല ദൂരം ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് നമ്മുടെ ജോലി സ്ഥലത്തേക്ക് എത്താനായിട്ട്. നമുക്ക് 2 ബസ് കയറിയാൽ മാത്രമേ നമുക്ക് അവിടെ എത്താൻ സാധിക്കുമായിരുന്നുള്ളൂ. നമ്മൾ ആദ്യത്തെ ബസ് കയറി ഒരു അരമുക്കാൽ മണിക്കൂറോളം നമ്മൾ സഞ്ചരിച്ചിട്ട് രണ്ടാമത്തെ ബസ്സിൽ കയറുമ്പോൾ നമുക്ക് ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ബസ് മാറിപ്പോയി. പക്ഷെ നമ്മൾ അറിഞ്ഞില്ല, നമ്മുടെ മാപ്പിൽ കറക്റ്റ് ലൊക്കേഷൻ ആയിരുന്നു കാണിക്കുന്നത്. അതായത് ബസ്സിൽ കയറി കഴിഞ്ഞിട്ട് നമുക്കത് ട്രാക്ക് ചെയ്യാൻ പറ്റി ബസ് കറക്റ്റ് സ്ഥലത്തേക്ക് തന്നെയാണോ പോകുന്നതെന്ന്. അങ്ങനെ നോക്കിയപ്പോൾ പകുതി വരെ നമുക്ക് ഈ ബസ് കറക്റ്റായിട്ട് തന്നെയായിരുന്നു പൊക്കോണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് നേരെ ലൊക്കേഷൻ മാറിയാണ് പോയത്. അപ്പോൾ നമ്മൾ എന്തായാലും പാതി വഴിക്ക് ഇറങ്ങേണ്ടി വന്നു. ഇറങ്ങിയിട്ട് നമ്മൾ പിന്നെ രണ്ടാമത് ടാക്സി വിളിച്ചാണ് പോയത്. ഇപ്പോൾ നമുക്ക് ടാക്സി കാശ് എന്ന് പറഞ്ഞാൽ കുറച്ച് പൈസ ആയിട്ടുണ്ടായിരുന്നു. ഇന്നലെ തന്നെ ഫോണിലൂടെ വിളിച്ചപ്പോൾ തന്നെ സാലറിയുടെ കാര്യം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞു 8,000 ഡ്രംസ് ആണെന്നാണ് പറഞ്ഞത് ആദ്യമേ. അപ്പോൾ നമ്മൾ പറഞ്ഞത് പറ്റില്ല, അതിൽ കൂടുതൽ തരണം എന്ന് പറഞ്ഞു. എന്തായാലും അവർ സമ്മതിച്ചു, 10,000 തരാമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു എന്തായിരിക്കും നമ്മുടെ ജോലി. എങ്കിൽ 10,000 നമുക്ക് തരണമെങ്കിൽ അത്രയ്ക്ക് കഠിനമായ എന്തെങ്കിലും ജോലി ആയിരിക്കും എന്ന് തന്നെ മനസ്സിൽ ഉറപ്പിച്ച് തന്നെയാണ് അങ്ങോട്ട് നേരെ പോയത്. പുതിയതായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുന്ന ഏതോ ഒരു വലിയൊരു ഫാക്ടറിയാണ്. ഒരുപാട് എഞ്ചിനീയർമാരും ഒരുപാട് തൊഴിലാളികളും ഇവിടെ പണിയെടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ജോലി എന്താണെന്ന് അറിയാൻ കുറച്ച് ഉള്ളിലേക്ക് നടക്കേണ്ടി വന്നു. നല്ല സെക്യൂരിറ്റി ചെക്കിങ് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പൊതുവെ അർമേനിയക്കാർ വളരെ സ്നേഹമുള്ള ആളുകളാണ് കേട്ടോ. നമുക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണം എല്ലാം ഇവർ തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പാതി വഴിയിൽ വെച്ച് തന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് കഴിക്കാൻ എന്താണ് വേണ്ടതെന്നൊക്കെ ചോദിച്ചു അവർ തന്നെ വാങ്ങിച്ചു തന്നു. അങ്ങനെ അതെല്ലാം ആയിട്ടാണ് നമ്മൾ നേരെ ഉള്ളിലേക്ക് കയറിയത്. അവർ നമ്മളോട് പറഞ്ഞു ആദ്യം എന്തെങ്കിലും ഒന്ന് കഴിക്കാനായിട്ട് പറഞ്ഞു. അങ്ങനെ ഡ്രസ്സൊക്കെ മാറി നമ്മൾ കഴിച്ചു. എന്താണെന്ന് അറിയില്ല ഇതിൻ്റെ പേര്. എന്തായാലും കുറച്ച് നേരം കഴിച്ചൊരു 10 മിനിറ്റ് റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ ജോലിയിലേക്ക് കയറി. ജോലി ഇതായിരുന്നു. ഈ കാണുന്ന ഇരുമ്പിൻ്റെ പ്ലേറ്റുകൾ നമ്മൾ നേരെ ഇതിൽ വെച്ചുകൊണ്ട് തൊട്ടപ്പുറത്തെ ബിൽഡിങ്ങിൽ അടിയിലത്തെ നിലയിലേക്ക് കൊണ്ടുപോകണം. ഈ ഇരുമ്പിൻ്റെ പ്ലേറ്റുകൾ എന്ന് പറയുന്നത് ഏകദേശം ഒരു 10-12 കിലോളം വരും ഒരു പ്ലേറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഏകദേശം ഒരു 130ഓളം പ്ലേറ്റുകൾ ഉണ്ടായിരുന്നു. നമ്മൾ 2 മണിക്കൂറോളം കണ്ടിന്യൂസ് ജോലി ചെയ്തപ്പോൾ തന്നെ ഏകദേശം 70-80 പ്ലേറ്റോളം മാത്രമേ നമുക്കത് പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുള്ളായിരുന്നു. അങ്ങനെ ഏകദേശം ഒരു 12-1 മണിയൊക്കെ ആയപ്പോൾ തന്നെ നമ്മളൊരു 3/4 ഭാഗവും എല്ലാം നമ്മൾ താഴെ എത്തിച്ചിട്ടുണ്ടായിരുന്നു. അണ്ടർഗ്രൗണ്ട് ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു. ഇപ്പോൾ സമ്മർ ആണെങ്കിൽ തന്നെ മുകളിൽ ചൂടാണെങ്കിലും അടിയിൽ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. ജോലി എന്ന് പറയുന്ന ഈ ഒരു കാര്യം മാത്രമായതുകൊണ്ട് നമുക്കത് ഒരു പ്രശ്നമായിട്ട് തോന്നിയില്ല. കാര്യം മറ്റു പല പല ജോലികളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ആകെ തന്നെ കൺഫ്യൂഷൻ ആയിപ്പോയേനെ. പക്ഷേ ഈ ഒരു കാര്യം മാത്രമേ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളായിരുന്നു. ഇത് നേരെ താഴെ എത്തിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളായിരുന്നു. ഈ ഷീറ്റുകളെല്ലാം താഴെ എത്തിച്ച് കഴിഞ്ഞതിന് ശേഷം ചെറിയ ഇരുമ്പ് പൈപ്പുകളും ഉണ്ടായിരുന്നു, അതും കൂടെ താഴെ എത്തിച്ചു. അതായത് നമ്മൾ 1 മണിക്ക് ശേഷമാണ്. 1 മണിക്ക് ഒരു എന്തായാലും ഫുഡ് കഴിക്കാൻ ഇറങ്ങില്ല. കാര്യം നമ്മളൊരു 10 മണിയൊക്കെയായി അവിടെ എത്തിയപ്പോൾ തന്നെ. അതുകൊണ്ട് അവർ 1 മണിക്ക് ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങിയിട്ടില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു ആ ഇരുമ്പ് പൈപ്പുകളും കൂടി താഴെ ആക്കാമെന്ന്. അങ്ങനെ അതെല്ലാം നമ്മൾ ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്തപ്പോൾ 2 മണിയായി. അങ്ങനെ 2 മണിക്കാണ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ടിരുന്നത്. ഇതൊക്കെയാണ് ഫുഡെന്ന് പറയുന്നത്. ഇവരുടേതായ ചില ഫുഡുകളാണ്. നമുക്ക് ഇതിൻ്റെ പേരൊന്നും അറിയില്ലെങ്കിൽ ആദ്യം നമുക്ക് കഴിക്കാൻ ഇഷ്ടപ്പെടില്ല. പിന്നെ നമ്മൾ അർമേനിയ വന്നിട്ട് നമുക്ക് ഇവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ചിക്കൻ ഐറ്റംസൊക്കെ നമുക്ക് കഴിച്ച് ശീലമുള്ളതുകൊണ്ട് നമുക്ക് അതൊക്കെ ഇഷ്ടപ്പെടും. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ആദ്യം ഇഷ്ടപ്പെടില്ല. പക്ഷേ പോകെ ഒരു 2-3 മാസമൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ചെയ്ത് ഇവരുള്ള ഫുഡുകൾ കഴിക്കുമ്പോൾ നമുക്ക് ഇതുമായിട്ട് പൊരുത്തപ്പെട്ട് പോകാനായിട്ട് സാധിക്കും. ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ കോഫി കുടിച്ചുകൊണ്ടേയിരിക്കും. എപ്പോഴും നമ്മളോട് ചോദിക്കും കോഫി വേണമെന്ന്. കാര്യം നമ്മളെന്താണ് കുടിക്കാത്തത്. ഇതിലാണെങ്കിൽ ഇവർ മധുരം ഇടില്ല, പഞ്ചസാര ഇല്ലാതെയാണ് ഇവർ കുടിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല കയ്പ്പാണ്. അങ്ങനെ കോഫിയെല്ലാം കുടിച്ചു. 2:30-2:45 ടൈമൊക്കെ ആയി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ ചിന്തിച്ചു എന്തായിരിക്കും ഇനി നമ്മുടെ അടുത്ത ജോലി. കാര്യം പറഞ്ഞ ജോലിയെല്ലാം നമ്മൾ തീർത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത ജോലി എന്ന് പറഞ്ഞ് ഈ ഭൂമിയുടെ അടിയിൽ നടക്കുന്ന ഈ ഒരു മേക്കിങ്, അതായത് ഈ കൊണ്ടുവന്ന സ്റ്റീൽ പ്ലേറ്റ് എല്ലാം ഇങ്ങനെയാണ് ഇവർ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിലെല്ലാം സ്ക്രാച്ച് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റിക്കറെല്ലാം നമ്മൾ ഇളക്കുക. ഇതാണ് നമുക്ക് തന്ന അടുത്ത ജോലി എന്ന് പറയുന്നത്. ഇത് വളരെ നിസ്സാരമുള്ള ജോലിയായിരുന്നു.
അങ്ങനെ നമ്മൾ 3 മണി മുതൽ 5 മണി വരെ ഈ ജോലി തന്നെ തുടർന്നു. നമുക്ക് വലിയ പാടായിട്ട് തോന്നിയില്ല. കാരണം നമ്മൾ രണ്ടുപേരും തൊട്ടടുത്ത് തന്നെയായിരുന്നു. ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ച് വന്നുകൊണ്ട് നമുക്ക് സമയം പോയത് അറിഞ്ഞില്ല. അങ്ങനെ ഒരു 5:15 5:20 ആയപ്പോൾ നമ്മളോട് ജോലി നിർത്തിക്കൊള്ളാനായിട്ട് പറഞ്ഞു. അങ്ങനെ ഡ്രസ്സൊക്കെ മാറി നമ്മൾ മുകളിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. എന്നിട്ടും എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, നമുക്ക് ഈ 10,000 ഡ്രംസ് കിട്ടുമെന്നുള്ളത്. കാര്യം 10,000 ഡ്രംസിനുള്ള പണി നമ്മൾ ചെയ്തിട്ടില്ല. ഇതൊന്നുമല്ല നമ്മൾ മനസ്സിൽ പ്രതീക്ഷിച്ച് വന്നത്. നല്ല ജോലിയായിരുന്നു പ്രതീക്ഷിച്ച് വന്നത്. നമ്മളൊരു ജോലിയും പറഞ്ഞിട്ടില്ലായിരുന്നു എന്താണെന്നുള്ളത്. പക്ഷേ നമ്മൾ ഡ്രസ്സൊക്കെ മാറി നമ്മളെ നേരെ ബസ് സ്റ്റോപ്പിലേക്ക് ഇവരുടെ വണ്ടിയിൽ തന്നെ നമ്മളെ കൊണ്ടാക്കിയിട്ട് ക്യാഷ് തന്നു. 20,000 ഡ്രംസ് എന്തായാലും രണ്ടുപേർ കൂടെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മൾ സത്യം പറഞ്ഞാൽ ഒരുപാട് ഹാപ്പി ആയത്. അർമേനിയയിൽ വരുന്നവർ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫാക്ടറി ജോബുകളിൽ നമുക്ക് ഇത്രയും സാലറി എന്തായാലും കിട്ടില്ല. ഈ പുറത്തുള്ള ഇങ്ങനെയുള്ള ജോലികൾ വരുമ്പോൾ മാത്രമാണ് നമുക്ക് ഒരുപാട് ക്യാഷ് കിട്ടുന്നത്. നമുക്ക് എന്തായാലും ഇനി ഒരു 7 മാസത്തേക്ക് തന്നെ അർമേനിയയിൽ നല്ല ജോലികളായിരിക്കും, ഒരുപാട് ജോലികൾ ഉണ്ടായിരിക്കും. അതിൻ്റെ കൂടെ നമ്മൾ ജോലി ചെയ്യാനായിട്ട് റെഡി ആയിട്ട് വരുന്നവർക്ക് നല്ല രീതിക്ക് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് അർമേനിയ. ഇനി ഇതുപോലുള്ള വ്യത്യസ്തമായ ജോലികൾ ചെയ്തിട്ട് അത് എങ്ങനെയാണെന്നുള്ള നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചേരാം. കാരണം ആദ്യമായിട്ട് വരുന്നവർക്ക് എന്താണ് ഇവിടുത്തെ ജോലികളെന്നും എങ്ങനെയാണ് ഇവിടുത്തെ ജോലി, എത്ര രൂപ സാലറി കിട്ടും എന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഈ പല ജോലികളിലും പോയിട്ട് നമുക്ക് ഫോൺ എടുക്കാൻ പറ്റില്ലെങ്കിൽ പോലും എങ്ങനെയെങ്കിലും ഫോൺ എടുത്തിട്ട് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നത്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇനി ഇതുപോലത്തെ വീഡിയോകളുമായിട്ട് ഒരുപാട് വീഡിയോകളായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും.